എല്ലാവരും പറയുന്നു കൊച്ചി ഗ്രിഗോറിയോസ് തിരുമേനി മലങ്കരയുടെ വ്യാജനാണെന്ന്. ശരിയാണോ തിരുമേനി? ആകമാന സുറിയാനി യാക്കോബായ എന്നൊരു സഭയുണ്ടോ? ഏതായാലും വികടന്മാർ എന്തൊക്കെ മലങ്കര സഭയെ കളിയാക്കി എന്തൊക്കെ ഛർദിച്ചോ അതൊക്കെ തൊണ്ട തൊടാതെ വാരി വിഴുങ്ങുന്ന അവസ്ഥയെ ഓർക്കുമ്പോൾ തന്നെ മനം മടുപ്പിക്കുന്നു. അതെല്ലാം കൂടി തങ്കമാലിയിൽ മൂന്നായി കോർത്ത് സ്വന്തം നെഞ്ചത്ത് തന്നെ അണിയേണ്ട ഗതികേട്. ഹോ കഷ്ടം, പരമമായ ഒരു തരം ഗതികേട് തന്നെ. 1912 സ്ഥാനാരോഹണം ശരിയല്ല, 2023 ശരിയാണ്. 1934 ഭരണഘടന ഉണ്ടാക്കിയാൽ ശരിയല്ല, രാജ്യത്ത് സുപ്രീം കോടതി അസാധുവാക്കിയാലും 2002 അത് ശരിയാണ്. ഇങ്ങനെയൊക്കെ പറയുന്ന ബുദ്ധിമാന്യമുള്ള വികടന്മാരെ മറ്റൊരിടത്തും, അതായത് ഭൂമി മലയാളത്തിൽ കാണില്ല. 1-ാം നൂറ്റാണ്ട് വിശുദ്ധ പത്രോസ് മുതൽ കൃത്യമായ സിംഹാസന അധിപതി ചരിത്രം പത്തായത്തിൽ വെച്ചിട്ട് 2023 സ്ഥാപിക്കുന്ന ഈ നവസാധനം എന്താണ്? പാത്രിയാർക്ക ബന്ധം തുടങ്ങിയ 19-ാം നൂറ്റാണ്ട് കാലം മുതൽ മലങ്കരയിൽ സുറിയാനി വ്യാജന്മാരുടെ വിളയാട്ടമാണ്. 1874 അത് തുടങ്ങുന്നു. സ്വന്തം അസ്തിത്വം സ്ഥാപിക്കാൻ യാക്കോ മതക്കാർക്ക് ഇനിയും കഴിയുന്നില്ല. മാർത്തോമൻ സിംഹാസനം മറയിട്ട് മറച്ചുകൊണ്ട് അവർക്കത് സാധ്യവുമല്ല. മനുഷ്യപൃഷ്ഠഭാഗത്തിൽ ഒരു ഭാഗം സ്വദേശത്ത് ഒരു സിംഹാസനത്തിലും മറുഭാഗം വിദേശത്ത് മറ്റൊന്നിലുമായി ആസനസ്ഥനാവുക പരിഹാസ്യമാണ്. ദൈവത്തെയും മാമോനെയും സേവിക്കും പോലെ അത് പ്രായോഗികമായി സാധ്യവുമല്ല. തോമസ് ലീഹായുടെ സഭയും സിംഹാസനവും ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ അന്ത്യോക്യൻ പാത്രിയാർക്കീസിന് മുൻഗാമി റോമൻ പോപ്പ് എന്ന പോലെ ആലങ്കാരിക പ്രസക്തിയെ മലങ്കരയിൽ ഉള്ളൂ. മേപ്പടിയാന്മാർ രണ്ടുപേരും തോമസ് അപ്പോസ്തലന്റെ ഭാരതീയ പ്രേക്ഷിതം നിരാകരിക്കേണ്ടി വന്ന ദയനീയ അവസ്ഥ ഈ യാഥാർത്ഥ്യത്തിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. എന്തായാലും ഗ്രിഗോറിയോസ് തിരുമേനിക്ക് ഛർദിച്ചതൊക്കെ ഭക്ഷിക്കാനുള്ള യോഗമുണ്ടായി.